പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബോർഡെന്ന് വായിച്ചേ. അതാണ്ട് ഇത് നമ്മളെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെ കൊട്ടാരക്കരയിലെ വസതിയാണ്. ഇവിടെ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒരമ്മയും 2 കുഞ്ഞുങ്ങളും അതിക്രമിച്ച് കയറി ഇവിടെ കഴിയുകയാണ്. സംഭവം ജീവനക്കാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മന്ത്രി നിർദ്ദേശം നൽകിയതാകട്ടെ ആ അമ്മയും 2 കുഞ്ഞുങ്ങളെയും നല്ലതുപോലെ പരിചരിക്കണമെന്നാണ്. എന്നെ കാണാൻ വരുന്ന ആരും അവരെ ശല്യം ചെയ്യാൻ പാടില്ല, അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം, അവർ തനിയെ ഇവിടുന്ന് പോകുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് മന്ത്രി ജീവനക്കാർക്ക് ഉപദേശം നൽകിയത്. ആ അമ്മയും മക്കളും വളരെ ഹാപ്പിയാണ്. കാര്യം മന്ത്രി ഓഫീസില്ലേ, ഇതിൽ കൂടുതൽ സുരക്ഷിതമുള്ള വേറൊരു സ്ഥലമില്ല. ഇവിടെ ആകുമ്പം 24 മണിക്കൂറും പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. എന്തായാലും മന്ത്രി ഓഫീസിൽ അതിക്രമിച്ച് കയറി താമസിക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കര വാർത്തകൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. മാതൃസ്നേഹം എന്താണെന്ന് പ്രകൃതി തന്നെ നമ്മളെ കാണിച്ചു തരുന്ന ഒരു കാഴ്ച, സന്തോഷം നിറഞ്ഞ കാഴ്ച. എന്തായാലും ആ കാഴ്ച നിങ്ങൾക്ക് കൂടെ വേണ്ടി പങ്കുവയ്ക്കുകയാണ് കൊട്ടാരക്കര വാർത്തകൾ. തിരക്കുള്ള മന്ത്രിമന്ദിരത്തിൽ കൂടൊരുക്കി തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുകയാണ് ഒരമ്മക്കിളി. മന്ത്രിയെ കാണാൻ നിരവധി പേർ അവിടെ വരാറുണ്ടെങ്കിലും അമ്മക്കിളിക്കും കുഞ്ഞുങ്ങൾക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് ആഹാരം തേടി പറന്നു പോകുന്നു. മണിക്കൂറുകൾക്ക് ശേഷം തിരികെ വരുന്നു. കുഞ്ഞിക്കിളിയുടെ വായിലേക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നു. വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് മന്ത്രി ഓഫീസിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാഴ്ചയാവും പറക്കാൻ. ഇനി എത്ര ദിവസം വേണമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ 2 കൊണ്ട് പറക്കുമായിരിക്കും. ഇപ്പൊ പിന്നെ ഇത്ര കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ യൂട്യൂബ് വഴിയൊക്കെ ധാരാളം ഓരോ തരം ജീവികളുടെയും ഓരോ തരം സ്പീഷീസുകളുടെയും കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അതുകൊണ്ട് അത് നോക്കുമ്പോൾ ഇതിന് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് തീറ്റി കൊണ്ട് കൊടുക്കുകയും ഇതിന്റെ അമ്മ വന്ന് തീറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. അത് സന്തോഷമുള്ള കാഴ്ചയാണ്. അതെ, ഈ ചെടിയിലോട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ചെടി ഈ കിളിയൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ ചെടി ഇപ്പൊ കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ ഇതിനെ സംരക്ഷിച്ച് തന്നെ ഒരു ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ കൂട് കൂട്ടുന്നതായിട്ടുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തില് കിളികൾ വന്ന് വിരിഞ്ഞ് ഇങ്ങനെ കൂട് കൂട്ടാറുണ്ട് ഇവിടെ. പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് ലൈൻ നിങ്ങൾ ചെയ്തിട്ട് മിണ്ടാപ്രാണികളായ ഈ അമ്മക്കിളിയെയും 2 കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്ന ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലിനും ജീവനക്കാർക്കും കൊട്ടാരക്കര വാർത്തകളുടെ ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.